ശ്രുതി, സത്യം പറ, നിന്റെ രണ്ടാമത്തെ വിവാഹമാണോ ഇത്? നീ മുൻപൊരു വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നോ? നിനക്കൊരു കുഞ്ഞുണ്ടോ? എന്താ ആൻറ്റി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? സത്യം പറ, നിനക്കൊരു കുഞ്ഞുണ്ടോ? നീ രണ്ടാമത്തെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ കണ്ടുപിടിച്ച് ഞാൻ കൊണ്ടുവന്ന മരുമകളാ നീ. നിന്നെ ഞാൻ ഒരുപാട് തലയിലെടുത്ത് വെച്ചു. പക്ഷേ എനിക്കിതിൻ്റെ സത്യാവസ്ഥ അറിയണം. നീ ഞങ്ങളെയൊക്കെ പറ്റിക്കുകയായിരുന്നോ? സത്യം പറ, നിൻ്റേത് രണ്ടാമത്തെ വിവാഹമാണോ? നീ മുന്നേ ഗർഭിണിയായിരുന്നോ? സുധി കല്യാണം കഴിച്ചതിന് ശേഷമാണോ നീ ഗർഭിണിയായത്? അതോ സുധി കല്യാണം കഴിക്കുന്നതിന് മുൻപാണോ നീ ഗർഭിണിയായത്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് ഇന്ന് ശ്രുതിയുടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിഞ്ഞ് ശ്രുതി വിചാരണ ചെയ്യപ്പെടുന്ന ദിവസമാണ് കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ ചെമ്പന്നിപ്പൂവിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതി ശ്രുതിയെ സംബന്ധിക്കുന്ന എല്ലാ രഹസ്യങ്ങളും വർഷയോട് പറഞ്ഞു. വർഷ അതൊക്കെ കേട്ടിട്ട് ആകെ ഷോക്കായിക്കാണ്. എന്നിട്ട് വർഷ പറയണ, രേവതി ചേച്ചി നമുക്ക് ഇപ്പം തന്നെ ഇതൊക്കെ ശ്രുതി ചേച്ചിയോട് ചോദിക്കണം എന്ന് പറയുമ്പോൾ രേവതി പറയാണ്, വർഷ ദയവ് ചെയ്ത് നീ ഇതാരോടും ചോദിക്കട്ടെ, ഇതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഒന്നും പറയാത്തത്. ഞാൻ പറഞ്ഞില്ലേ, നിനക്കറിയില്ലേ അന്ന് തന്നെ ആ ഹോസ്പിറ്റലിൽ വെച്ച് ശ്രുതിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി നിനക്കറിയില്ലേ? അതുകൊണ്ട് ദയവ് ചെയ്ത് നീ ഇത് പുറത്ത് പറയരുത്. നീ പറ, ആരോടും പറയില്ല എന്ന് പറ. ശരി ചേച്ചി, ഞാൻ ആരോടും പറയില്ല. അങ്ങനെ പറഞ്ഞിട്ട് ശ്രുതിയെ സമ്മതിക്കുന്ന ആ ഒരു വലിയ ബോംബും തലയിൽ വെച്ചിട്ട് വർഷ പോവാണ്. അത് കഴിഞ്ഞ് വർഷ നേരെ റൂമിൽ പോയിട്ട് വർഷയ്ക്ക് അത് ഒളിപ്പിച്ച് വെക്കാൻ പറ്റുന്നില്ല. വർഷ നേരെ അത് ശ്രീകാന്തിനോട് പറയാണ്. ശ്രീകാന്തിനോട്, വർഷേ നീ ഇത് എന്തറിഞ്ഞിട്ട് ഇതെല്ലാം പറയുന്നത്? ഇത് നിസ്സാരമായി കളിക്കേണ്ട കാര്യമല്ല കേട്ടോ. ഈ കാര്യം പുറത്തറിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് നിനക്കറിയാലോ. ഇത് നിസ്സാര പ്രശ്നമല്ല, ഇത് വലിയ കേസാവും, വലിയ പ്രശ്നമാവും എന്നൊക്കെ പറയണേ. അല്ല ശ്രീകാന്ത്, ഞാൻ സത്യമാണ് പറഞ്ഞത്. നീ ഇത് സത്യാവസ്ഥ അറിഞ്ഞിട്ട് തന്നെയാണ് പറയണത്. അതേ ഞാൻ സത്യം പറഞ്ഞത്. ശരി, നിന്നോട് ഇത് ആരാ പറഞ്ഞത്? എന്നോട് പറഞ്ഞത് രേവതി ചേച്ചിയാണ്. രേവതി ചേച്ചി പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സത്യാവസ്ഥ ഇല്ലാതെ ചേച്ചി ഒരിക്കലും നുണ പറയില്ല. അപ്പം അതിലെന്തെങ്കിലും സത്യം ഉണ്ടാവും. എൻ്റെ ഈശ്വര, ഞാൻ എന്തായി കേൾക്കണേ? ശ്രുതി ചേച്ചിയുടെ കല്യാണം ആദ്യം കണ്ടിട്ട് ശ്രുതി ചേച്ചിക്ക് ഒരു കുട്ടി ഉണ്ടെന്നോ? ഭഗവാനെ, ഈശ്വര, ഇതിപ്പോൾ വല്ലാത്ത പ്രശ്നമായല്ലോ. വാ ശ്രീകാന്ത്, നമുക്കത് ശ്രുതി ചേച്ചിയോട് തന്നെ നേരിട്ട് ചോദിച്ചിട്ട് നമുക്കത് ക്ലിയർ ചെയ്യാം. എന്ത് മണ്ടത്തരാ വർഷം നീ പറയണ? ഇതിപ്പോൾ അവിടെ പോയി ചോദിച്ചാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാവുമെന്ന് നിനക്കറിയോ? ഇനിയിപ്പോൾ അഥവാ ഇത് സത്യമില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഉണ്ടാവും? ഈ കുടുംബം തകരില്ലേ? നീ അങ്ങനെ എടുത്തു ചാടി ഒന്നും ചെയ്യല്ലേ വർഷേ? രേവതി ചേച്ചി എന്നോട് പറഞ്ഞു ഇത് ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടാണ് ശ്രീകാന്ത് രേവതി ചേച്ചി എന്നോട് പറഞ്ഞത്. പക്ഷേ എനിക്കിത് മനസ്സിലിരിക്കണില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. നോക്കിയേ, നീ ഇനി ഇത് ആരോടും പറയരുത് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് വർഷ ആ വലിയ ബോംബ് ശ്രീകാന്തിൻ്റെ തലയിലേക്ക് ഇട്ടിട്ട് വർഷ അവിടെ നിന്ന് പോവാണ്. വർഷം അവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പറയണ, ഈശ്വര, വലിയൊരു ബോംബാണല്ലോ എൻ്റെ തലയിൽ. ഞാനിനി ഇതും കൊണ്ട് എങ്ങനെ നടക്കും? ഈശ്വര, ഇതും കൊണ്ട് എൻ്റെ ടെൻഷൻ എങ്ങനെ മാറും? എനിക്കിത് ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഇത് തല പൊട്ടി പോവില്ല എൻ്റെ ഭഗവാനെ. മറ്റേ ശ്രീകാന്ത് കിടന്ന് കിടക്കയിൽ തല കുത്തി മറയണു, തല പോയി ചുമരുമ്പതാക്കണു. ശ്രീകാന്തിന് ഒരു സമാധാനം കിട്ടണില്ല. ഈശ്വര, ഞാനിത് ആരോടാ ഈ രഹസ്യം ഒന്ന് തുറന്ന് പറയുക? ആരോടാ പറയുക? ഈശ്വര, പറയണ്ടേ ആരോടും? ഇതെങ്ങനെ എൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ടു നടക്കുന്നു ഇങ്ങനെ ആലോചിച്ചിട്ട് ശ്രീകാന്ത് ലാസ്റ്റ് ആ രഹസ്യം തുറന്ന് പറയാണ്. വേറെ ആരോടല്ല, ഓടിപ്പോയി പറയുന്നത് നമ്മുടെ കഥാനായകൻ സച്ചിയോടാണ്. ഈ രഹസ്യങ്ങളെല്ലാം കേൾക്കുന്ന സച്ചി ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. നീ പറഞ്ഞത് സത്യമാണോടാ? പാർലറേട്ടത്തിക്ക് ഒരു കുഞ്ഞുണ്ടോടാ? പാർലറേട്ടത്തി രണ്ടാമത് കൺസീവ് ആവാൻ വേണ്ടിയിട്ടാണോടാ ഹോസ്പിറ്റലിൽ പോയത്? അതേ സച്ചിയേട്ടാ, അതേ സച്ചിയേട്ടാ, അതാണ് സംഭവം. ശ്രീകാന്തെ, എന്തിനാണ് ഈ രണ്ടാമത് കൺസീവ് ആവണമെന്ന് ചെക്കപ്പ് ചെയ്യാനൊക്കെ ഹോസ്പിറ്റലിൽ പോകണം? എനിക്ക് സയൻസ് ഒന്നും അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിക്കണം. അത് സച്ചേട്ടാ, ആദ്യത്തെ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് എന്തെങ്കിലും അതിൽ വല്ല കോംപ്ലിക്കേഷനും ഉണ്ടോ, ലേറ്റ് ആവണത് എന്തുകൊണ്ടാണെന്ന് ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പോൾ പാർലറേട്ടത്തേക്ക് ആദ്യം ഒരു കുഞ്ഞുണ്ടല്ലേ? ആദ്യം കൺസീവ് ആയതാണല്ലേ? എൻ്റെ ദൈവമേ, പാർലറേട്ടത്തി എന്തോരം നമ്മളെയൊക്കെ പറ്റിക്കണത്. ഞാൻ അന്നേ വിചാരിച്ചത് ആ പാർലറേട്ടത്തി ഒരു ഫ്രോഡാണെന്ന്. എനിക്ക് പല സംശയങ്ങളും തോന്നിയിരുന്നു. പക്ഷെ ഞാനതിനൊന്നും തെളിവില്ലാത്ത കാരണം കൊണ്ട് മിണ്ടാതിരുന്നതാ. ശ്രീകാന്തെ, ഇത് നിന്നോട് ആരാ പറഞ്ഞത്? ആരെങ്കിലും ആവട്ടെ, വിശ്വസിക്കാൻ പറ്റാവുന്ന ആളാണ് എന്നോട് പറഞ്ഞത്. ഞാനത് കേട്ടത് എൻ്റെ മനസ്സിൽ നിൽക്കാതെ ടെൻഷൻ കാരണം കൊണ്ട് ഞാൻ ഏട്ടനോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഏട്ടാ, എങ്ങനെയാണ് ഏട്ടാ കാര്യങ്ങൾ? ഈശ്വര, അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ഈ സത്യം അറിയും? നമ്മളിനിയിപ്പോൾ ഇത് ആരോട് പറയും? ഏട്ടൻ ഇത് ആരോടും പറയാനൊന്നും നിൽക്കണ്ട. എന്നോട് ആരോടും പറയരുത് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. പക്ഷെ എൻ്റെ മനസ്സിലിരിക്കാത്തതുകൊണ്ട് ഞാൻ ഏട്ടനോട് പറഞ്ഞതാണ്. ഇനി ഞാനൊരു കാര്യം പറയാം, ഏട്ടൻ ഇത് ആരോടും പറയരുത് കേട്ടോ. ഇനി അഥവാ ഏട്ടന് പറയണമെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ ഏട്ടൻ ആ പറയുന്ന ആളോടും ആരോടും പറയരുത് എന്ന് പറയാൻ.
അങ്ങനെ പറയുമ്പോൾ എന്താ പറയുക, സച്ചിയാകെ ഷോക്കായിട്ട് നിൽക്കണം. അപ്പോൾ സച്ചി വിചാരിക്കണേ ഇവനെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ എന്നിങ്ങനെ വിചാരിക്കുകയാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ശ്രീകാന്ത് സച്ചിയോട് ഈ വിവരം പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോവാണ്. പിന്നെ അടുത്ത ടെൻഷൻ മുഴുവൻ സച്ചിക്കാണ്. സച്ചി ദൈവമേ ഇത് സത്യമാണോ, പാർലട്ടത്തിൽ നമ്മളെയൊക്കെ പറ്റിക്കുകയാണോ, സുധീനെ അവൾ വഞ്ചിക്കുകയാണോ, നമ്മുടെ കുടുംബത്തെ മുഴുവൻ അവൾ പറ്റിക്കുകയാണോ ഉണ്ടായിരുന്നു. ദൈവമേ ഇതിൻ്റെ സത്യാവസ്ഥ എങ്ങനെ തിരിച്ചറിയും, ഇതിപ്പോൾ ആരോട് പറഞ്ഞാലും ഇതിൻ്റെ സത്യം തെളിയിക്കാൻ പറ്റുക, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇതിപ്പോൾ ആരോടാ ഇനി പറയുക, കുടുംബം തകരാൻ പാടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സച്ചി ചിന്തിച്ചിട്ട് സച്ചി ലാസ്റ്റ് അത് വേറൊരാളോട് പറയണം. അത് വേറെ ആരുമല്ല, നമ്മുടെ സച്ചിയുടെയൊക്കെ അച്ഛൻ രവീന്ദ്രൻ ചന്ദ്രോദയത്തിലത്തെ ഗൃഹനാഥനോട് പറയണം. രവീന്ദ്രനോട് ഈ വിവരങ്ങളൊക്കെ പറയുമ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ്, സച്ചി ഇത് നീ തമാശ കളിക്കേണ്ട കാര്യമല്ല, ഇത് സീരിയസ് ആണ്, കുടുംബ പ്രശ്നമാണ്, നീ ഇത് സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടാണോ പറഞ്ഞത്? അതേ അച്ഛാ, സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടാണ്, അവരിങ്ങനെ ഹോസ്പിറ്റലിൽ പോയതും ഡോക്ടറോട് പറഞ്ഞതും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് അച്ഛാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവള് മുന്നേ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരിക്കും അച്ഛാ, അല്ലാണ്ട് ഇപ്പോൾ ഇതിങ്ങനെ വിവരങ്ങൾ അറിയില്ലല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സച്ചി ഈ വിവരങ്ങളൊക്കെ ചന്ദ്രയ്ക്ക് അറിയായിരിക്കുമോ? അമ്മയ്ക്ക് അങ്ങനെ അറിയാൻ വഴി ഉണ്ടാവില്ല അച്ഛാ. ഇനിയിപ്പോൾ ചിലപ്പോൾ അമ്മയ്ക്ക് അറിഞ്ഞിട്ട് അമ്മ അത് മൂടി വെച്ചിട്ടാണ് കല്യാണം കഴിപ്പിച്ചതെങ്കിലോ, ഇനി അമ്മയും കൂടി അറിഞ്ഞിട്ടാണെങ്കിലോ, എങ്ങനെ അച്ഛപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാം? അങ്ങനെ ചന്ദ്ര നമ്മളെ മറച്ചു പിടിക്കുകയോടെ അങ്ങനെ ചതിക്കുകയോ ഒന്നും പറയാൻ പറ്റില്ല അച്ഛാ. അമ്മയുടെ സ്വഭാവം അച്ഛൻ അറിഞ്ഞൂടെ, എന്തൊക്കെ കള്ളത്തരങ്ങളെ സുധിയുടെ കൂടെ നിന്ന് ചെയ്തേക്കണത്. ഇനിയിപ്പോൾ അമ്മയും കൂടി അറിഞ്ഞിട്ടാണ് നമ്മളതിനെ ഇങ്ങനെ ഒരു പറ്റിക്കൽ നാടകം നടത്തിയേക്കണത് എന്നുണ്ടെങ്കിലോ, പാർലട്ടത്തിൽ ഈ കള്ളത്തരം ഇനി അവൾ ശ്രുതി അത് സത്യമാണോ ഇല്ലയെന്ന് അറിയണ്ടോ സച്ചി നമുക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൾക്കൊരു കുഞ്ഞുണ്ടാവില്ലേ. ഇങ്ങനെ ആകെ പുകഞ്ഞ് നിൽക്കുകയാണ് കൂട്ടുകാരി ഇന്നത്തെ ചന്ദ്രോദയം കുടുംബം. അങ്ങനെ സച്ചി പറയാം, അച്ഛനിപ്പോൾ ഇത് ചോദിക്കാനും പറയാനൊന്നും പോകണ്ട, ഞാൻ അച്ഛനോട് പറഞ്ഞു എന്നേ ഉള്ളൂ പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് അങ്ങനെ ആ ബോംബ് പൊട്ടിച്ചിട്ട് സച്ചി നേരെ പോവുകയാണ്. അത് കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ്റെ മനസ്സിൽ അതിരുന്ന് പുകയാണ്. അപ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ ലാസ്റ്റ് അത് ചന്ദ്രയോട് ചോദിക്കാം എന്നുള്ള തീരുമാനത്തിലെത്തി. രവീന്ദ്രൻ ചന്ദ്രമതിയെ വിളിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ചോദിക്കുകയാണ് ഈ വിവരങ്ങളെല്ലാം ചന്ദ്രമതിയോട് പറയുമ്പോൾ ചന്ദ്രമതി പറയണം, അപ്പോൾ എന്താ രവിയേട്ടൻ പറയണത്, ശ്രുതി രണ്ടാമത് കൺസീവ് ആവാനെ ഹോസ്പിറ്റലിൽ പോയെന്നോ, ശ്രുതി ആദ്യം കൺസീവ് ആയിരുന്നോ, രവിയേട്ട ഈ പറയുന്നതൊക്കെ സത്യമാണോ, വിശ്വസിക്കാൻ പറ്റാവുന്ന ആളാണോ രവിയേട്ടനോട് ഇത് പറഞ്ഞത്? അതേ ചന്ദ്രേ, ഞാൻ ഒരിക്കലും നുണ പറയില്ല, ഈ കാര്യങ്ങളെല്ലാം നമ്മളോട് സത്യസന്ധമായി പറയുന്ന ഒരാൾ തന്നെയാണ് പറഞ്ഞത്. അതിപ്പോൾ ആരാന്ന് നീ അറിയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നീ അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ചന്ദ്രേ, നീ കുറേ കള്ളത്തരങ്ങൾ ചെയ്തു, വീടിൻ്റെ ആധാരം ഞാൻ അറിയാതെ പണയം വെച്ചു, ശ്രുതിക്ക് സ്വർണ്ണാഭരണങ്ങൾ എടുത്തു കൊടുത്തു, ഇതെല്ലാം ഞാൻ അറിയാതെ ചെയ്ത കള്ളത്തരങ്ങളാണ്. ഇനി എനിക്ക് ഒരൊറ്റ കാര്യം നിന്നോട് ചോദിക്കാനല്ലോ, ശ്രുതിയുടെ ഈ കാര്യം അറിഞ്ഞിട്ട് നീ മറച്ചു വെച്ചതാണോ എന്നോട് മറച്ചു വെച്ചിട്ടാണോ നീ ഈ കല്യാണം നടത്തിയത്? നീ സത്യമായിട്ട് പറയണം, നീ പറയുന്നതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പറയാം, രവിയേട്ട എന്താ പറയുന്നത്, ഞാൻ ഒരിക്കലും ഇത് മറച്ചു വെച്ചിട്ടില്ല, ഇങ്ങനെ ഒരു കാര്യം എനിക്ക് അറിയില്ല രവിയേട്ട, എന്നോട് ശ്രുതി പറഞ്ഞിട്ടില്ല, ഇതിപ്പോൾ രവിയേട്ടൻ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. പക്ഷേ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇത് സത്യമല്ല, ഇത് നുണയാണ്, ഞാൻ അതൊരിക്കലും വിശ്വസിക്കില്ല. കാരണം ശ്രുതിയിൽ നിന്ന് അങ്ങനെ ഒരു നീക്കം നമ്മൾ പ്രതീക്ഷിക്കേണ്ട, അതങ്ങനെ അവൾ നമ്മളെ ചതിക്കില്ല, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല രവിയേട്ട, ഇത് സത്യമല്ല, ഇത് നുണയാണ്, ഞാൻ എന്തായാലും ഇപ്പോൾ തന്നെ ശ്രുതിയോട് ചോദിച്ചിട്ട് ഇതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തണം എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയും, വേണ്ട ചന്ദ്രേ, ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, അതൊന്നും പറഞ്ഞ പറ്റില്ല, രവിയേട്ട എന്നെ വിട്. വേണ്ട ചന്ദ്രേ, അതൊക്കെ പിന്നെ നമുക്ക് സാവകാശം ചോദിക്കാം, എന്നെ വിട്, എനിക്ക് ഇപ്പം തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം, എന്നാലേ എനിക്കിനി സമാധാനമുള്ളൂ പറഞ്ഞിട്ട് ചന്ദ്ര അപ്പം തന്നെ പോയിട്ട് ഹോളിൽ കയറി ശ്രുതി വിളിക്കുകയാണ്. അപ്പോൾ ശ്രുതി ഇറങ്ങി വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ അമ്മ ഇങ്ങനെ വിളിച്ചു പോകണം, നീയാണോടാ ശ്രുതി? അല്ല, ശ്രുതി എവിടെ? ശ്രുതി റൂമിലുണ്ട്. അവളെന്താ അവിടെ ചെയ്യണേ? അവളെ അക്കൗണ്ട്സ് നോക്കണേ, അവളോട് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ. എന്താ കാര്യം, എന്തിനാ അമ്മ ഇങ്ങനെ ചൂടാവണേ? ശ്രുതി നീ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ടോ അതോ ഞാൻ അങ്ങോട്ട് കയറി വരണോ? ഇങ്ങനെ ചോദിച്ചിട്ട് ഉറക്ക ബഹളം വെക്കുകയാണ് ചന്ദ്രമതി. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അടുക്കളയിൽ നിന്ന് രേവതി വരുന്നുണ്ട്, ശ്രീകാന്ത്, വർഷ എല്ലാവരും പുറത്തേക്ക് വരുന്നുണ്ട്, സച്ചി എല്ലാവരും പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം രേവതിക്ക് ഒരു സംശയം തോന്നി, ശ്രുതി ഇങ്ങോട്ട് ഇറങ്ങി വാടി, നീ എന്താ അവിടെ ചെയ്യണമെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാണ് ചന്ദ്രമതി. അപ്പോൾ ശ്രുതി മെല്ലെ ഇറങ്ങി വന്നിട്ട് ചോദിക്കണം, എന്താ ആൻറ്റി, ഞാൻ അക്കൗണ്ട്സ് നോക്കാൻ, എന്താ ആൻറ്റി പ്രശ്നം, എന്താ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഇറങ്ങി വാ പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ മനസ്സിലാക്കാൻ, ഈശ്വര ആൻറ്റി ആകെ ദേഷ്യപ്പെട്ടിട്ടാണല്ലോ, എന്നെ പറ്റിയിട്ടുള്ള എല്ലാ രഹസ്യങ്ങളും ആൻറ്റി അറിഞ്ഞിട്ടുണ്ടാവോ, എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടണാവോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ശ്രുതി താഴത്തേക്ക് ഇറങ്ങി വന്ന വശം ചന്ദ്രമതി അവളെ പിടിച്ചിട്ട് അവളുടെ തോളിൽ പിടിച്ചിട്ട് ചോദിക്കും, ശ്രുതി എനിക്കൊരു കാര്യം അറിയണം, നിൻ്റെ വായന നിന്നെ സത്യം അറിയണം, നിൻ്റെ രണ്ടാമത്തെ വിവാഹമാണോ ഇത്? ആൻറ്റി വിളിച്ചിട്ട് ഇങ്ങനെ ഞെട്ടുകയാണ് ശ്രുതി. ഇത് കേട്ട് തകരണ ഒരാളുണ്ട്, ആരാന്നറിയാം, വേറെ ആരുള്ള നമ്മുടെ ശ്രുതി ആകെ പകച്ചു പോവാണ് ഈ വർത്താനം കേട്ടിട്ട്. സത്യം പറ, ഇത് നിൻ്റെ രണ്ടാമത്തെ വിവാഹമാണോ, നീ
ആദ്യം കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നോ? ആദ്യത്തെ കല്യാണത്തിൽ നിനക്കൊരു കുഞ്ഞുണ്ടോ? ആൻറ്റി വിളിച്ചിട്ട് ഇങ്ങനെ പതറാണ് ശ്രുതി ആകെ. പെട്ടെന്ന് ഈ ഓപ്പൺ ആയിട്ടുള്ള ഈ ചോദ്യം കേട്ടപ്പോൾ ശ്രുതി ആകെ പതറാണ്. അപ്പോൾ ഇത് കേൾക്കണ രവീന്ദ്രൻ പറയണ, ചന്ദ്ര ഇതൊക്കെ ഒറ്റയ്ക്ക് ചോദിക്കേണ്ട കാര്യങ്ങളാണ്, നീ എന്താ ചെയ്യണം? എന്ത് ചെയ്താലും വേണ്ടില്ല, എനിക്ക് ഇതിന് ഇപ്പോൾ ഉത്തരം കിട്ടണം. ഇതെന്തിനാ ഒറ്റയ്ക്ക് ചോദിക്കണം? എല്ലാവരും അറിയട്ടെ, എല്ലാവരും കേൾക്കാനുള്ള കാര്യം തന്നെയല്ലേ ഇത്, ആരും മറച്ചു പിടിക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങനെ ദേഷ്യപ്പെടാണ്. അപ്പോൾ ശ്രുതി പറയും, എന്താ ആൻറ്റി ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി പറയാണ്, ആൻറ്റി എന്താ ഇങ്ങനെയൊക്കെ എന്നോട് ദേഷ്യപ്പെടണേ? അപ്പോൾ ഇതൊക്കെ കേട്ടേക്കണ ശ്രുതി പറയും, അമ്മ എന്ത് മണ്ടൻ ചോദ്യങ്ങളാണ് ചോദിക്കണത്, അത് ശ്രുതിയെ പറ്റി. അമ്മ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കണേ? ഇതെന്താ അമ്മ രണ്ടാം വിവാഹമോ? എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ശ്രുതിയിൽ നിന്നാണ് മറുപടി കിട്ടുന്നത്. ശ്രുതി ആദ്യം കൺസീവ് ആയിരുന്നോ? ശ്രുതി ഇന്ന് മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ പോയിരുന്നോ? ഞാൻ പോയിരുന്നു ആൻറ്റി. അത് കേട്ടോട് കൂടിയിട്ട് എല്ലാവർക്കും ശ്രുതി പോയിട്ടുണ്ടായിരുന്നുള്ള കാര്യത്തിൽ ക്ലാരിഫിക്കേഷനായി. അപ്പോൾ ചന്ദ്രമതി ചോദിക്കുകയാണ്, ഇനി അടുത്ത ചോദ്യം എനിക്ക്, നീ രണ്ടാമത്തെ കൺസീവ് ആവാൻ വേണ്ടിയിട്ടുള്ള ചെക്കപ്പിനാണോ പോയത്? അതെ. എന്നിട്ട് ശ്രുതി ഉറക്കെ കരയാണ്. നീ എന്തിനാ കരയണ? അല്ല, ഞാൻ എൻ്റെ വിധിയെ ഓർത്ത് കരഞ്ഞത് ആൻറ്റി പറഞ്ഞിട്ട് ശ്രുതി അവിടെ വന്നിരിക്കുകയാണ്. ഇരിക്കുമ്പോൾ ശ്രുതി വന്നിട്ട് പറയണ, ശ്രുതി എന്താ ഇതൊക്കെ? നീ ഹോസ്പിറ്റലിൽ പോയിരുന്നോ? നീ എന്താ അത് എന്നോട് പറയാഞ്ഞേ? എന്തിനാ എൻ്റെ അടുത്തുനിന്ന് മറച്ചു വെച്ചേ? നീ എന്തിനാ ഇതൊന്നും എന്നോട് പറയാതെ പോയത്? എന്തിനാ ഒറ്റയ്ക്ക് പോയത്? നീ കരയല്ലേ ശ്രുതി, കരയല്ലേ പറഞ്ഞിട്ട് ശ്രുതിയുടെ കണ്ണീര് തുടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയണേ, നീ പോയിരുന്നു, അപ്പം നീ ആദ്യം കൺസീവ് ആയിരുന്നു അല്ലേ? അപ്പം നിൻ്റെ രണ്ടാമത്തെ വിവാഹമാണോ ഇത്? നീ ഞങ്ങളെയൊക്കെ പറ്റിക്കായിരുന്നോ? എടി, ഈ വീട്ടിലെ എല്ലാ മരുമകളെക്കാട്ടിലും മുന്നേ ഞാൻ കൂട്ടിക്കൊണ്ട് വന്ന മരുമകളാ നീ. നിന്നെ ഞാൻ തലയിലേറ്റിട്ടല്ലേ നടന്ന്? എന്നെയാണോ നീ പറ്റിച്ചത്? ഇനി എനിക്ക് നിൻ്റെ വായന തന്നെയാണോ സത്യം അറിയേണ്ടത്? സത്യം പറ, നീ ആദ്യം പ്രഗ്നൻ്റ് ആയിരുന്നോ? അപ്പോൾ ശ്രുതി പറയാണ്, അതെ, ഞാൻ ആദ്യം പ്രഗ്നൻ്റ് ആയിരുന്നു ആൻറ്റി എന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ വർഷി, രേവതി എല്ലാവരും ഷോക്ക് അടിച്ച് നിൽക്കണം. അപ്പോൾ അവർ കേട്ട കഥ മുഴുവനും സത്യമാണോ അറിയില്ല, പക്ഷെ പകുതി സത്യം ആയല്ലോ, കൺസീവ് ആയിരുന്നല്ലോ. അപ്പോൾ ശ്രുതി നീ ആദ്യം കൺസീവ് ആയിരുന്നു, അത് എപ്പോഴായിരുന്നു ശ്രുതി? നീ എന്നോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയണം. അപ്പോൾ ചന്ദ്രമതി പറയണം, അടുത്തൊരൊറ്റ ചോദ്യം എനിക്ക് ശ്രുതി നിന്നോട് ചോദിക്കാനുള്ളത്, എൻ്റെ മകൻ ശ്രുതി നിന്നെ വിവാഹം കഴിച്ചതിന് ശേഷമാണോ നീ കൺസീവ് ആയത്, അതോ വിവാഹത്തിന് മുൻപാണോ നീ കൺസീവ് ആയത്? അത് കേൾക്കുമ്പോൾ ശ്രുതി എന്ത് പറയണമെന്ന് അറിയാതെ ആകെ തകർന്ന് നിൽക്കുകയാണ്. അത് ആൻറ്റി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തപ്പാണ്. അപ്പോൾ ഈ സമയത്ത് വർഷ ചോദിക്കുകയാണ്, എന്ത് സംസാരം ആൻറ്റി ഇത്? ശ്രുതിയേട്ടൻ കല്യാണം കഴിച്ചതിന് ശേഷം ശ്രുതി ചേച്ചി കൺസീവ് ആയിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമല്ലേ? ഇതിങ്ങനെ പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ കല്യാണത്തിന് മുമ്പാണ് ശ്രുതി കൺസീവ് അയക്കണം എന്നുള്ള വിവരത്തിലേക്കാണ് ആ രഹസ്യം എത്തിക്കുന്നത്. അങ്ങനെ ചന്ദ്രമതി പൊട്ടിത്തെറിച്ചൊരു തീഗോളായിട്ടാണ് ചന്ദ്രോദയത്തിൽ നിൽക്കുന്നത്. ശ്രുതിയുടെ രഹസ്യങ്ങളെല്ലാം ശ്രുതി പുറത്ത് പറയുമോ ഇല്ലേ? എല്ലാ രഹസ്യങ്ങളും എല്ലാവരുടെയും മുമ്പിൽ തുറന്ന് പറയുമോ, കുമ്പസാരിക്കുമോ എന്നൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ അറിയാം. ഇങ്ങനെ ത്രില്ലിങ് ക്ലൈമാക്സ് ആണ് ഇന്നത്തെ ചെമ്പനീർപ്പ് അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും കഥ കേട്ട് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.